ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശുഭദായകമായ മംഗളപ്രദമായ ആ ശ്രീമന്നാരായണീയത്തെയാണ് നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഇന്ന് ശ്രീമന്നാരായണീയം രണ്ടാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകം നമ്മൾ വിചാരം ചെയ്യുന്നു. ആദ്യം ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാന രൂപത്തിലുള്ള പ്രഭാഷണം, തുടർന്ന് അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന നിഴൽ നാരായണീയം എന്നറിയപ്പെടുന്ന ശ്രീഹരിയത്തിലെ 4 വരികൾ കൂടി പാടി നമുക്ക് സമർപ്പിക്കാം. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാദ ചാപലബലാത് ചാപല്യവാർത്തോദഭൂൽ. തത്താദൃങ്മധുരാത്മകം, അനുഭൂതി മാത്ര ഗോചരമായിരിക്കുന്ന ആ കാഴ്ചയിൽ തന്നെ അനുഭൂതി നൽകുന്ന തവവപു, ആനന്ദമയമായിരിക്കുന്ന അവിടുത്തെ ഈ ദിവ്യമായ വിഗ്രഹം അല്ലെങ്കിൽ ഈ ശരീരം സംപ്രാപ്യ, കൈവന്നിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭർത്താവായി ലഭിച്ചു.
അങ്ങനെ അവിടുത്തെ തിരുമാറിടത്തിൽ സ്ഥിരമായി താമസിക്കാൻ അവസരം ലഭിച്ച സാക്ഷാൽ സമ്പന്മയീ സാദേവി, സമ്പൽ സ്വരൂപിണിയായ ഐശ്വര്യത്തിൻ്റെ പ്രതിരൂപമായിരിക്കുന്ന സാ ദേവി, ആ ശ്രീദേവി, ആ ഏകാക്ഷരീ ദേവി, ശ്രീദേവി, അങ്ങനെയുള്ള ആ ഭഗവതി പരമോത്സുക, അങ്ങയിൽ കൂടുതൽ ഔത്സുക്യമുള്ളവളാണ്, കൂടുതൽ അനുരക്തയായിരിക്കുന്നു. സ്വഭക്തേഷു അപി, അതുകൊണ്ട് തന്നെ ആ ദേവി അവളുടെ ഭക്തന്മാരുടെ അടുത്തുപോലും, സ്വഭക്തേഷു അപി, തൻ്റെ ഭക്തന്മാരുടെ അടുത്തുപോലും ചിരതരം ന ആസ്തേ, സ്ഥിരമായി അധികം താമസിക്കാറില്ല. ഹേ വിഭോ, ഹേ സർവശക്തനായിരിക്കുന്ന ഭഗവാനെ. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അവസാനത്തിലും വിഭോ എന്നാണ് ഭഗവാനെ പ്രത്യേകമായിട്ട് സംബോധന ചെയ്തത്. അങ്ങനെ സർവശക്തനായിരിക്കുന്ന അച്യുത, അച്യുതൻ ച്യുതിയില്ലാത്തവനാണ്, നാശമില്ലാത്തവനാണ്, അക്ഷയസ്വരൂപിയാണ്, അക്ഷരസ്വരൂപിയാണ്, അച്യുതസ്വരൂപിയാണ് ഭഗവാൻ. ഹേ അച്യുത തേന അസ്യ, അപ്പോ നാശമില്ലാത്തവനായ ഭഗവാനെ, അതുകൊണ്ട് അസ്യ ഈ ദേവിക്ക് ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാൽ ചാപല്യവാർത്ത, അവിടുത്തെ ത്വദ്രൂപമാനോജ്ഞകം, അവിടുത്തെ രൂപലാവണ്യത്തിൽ ഉളവായ അനുരാഗത്തിൻ്റെ പ്രേമസ്ഥൈര്യമയാത് ഉറപ്പാകുന്ന അചാപലബലാൽ, ചാപല്യമില്ലായ്മയുടെ ശക്തി കൊണ്ട് ചാപല്യവാർത്ത ഉദഭൂൽ, ചപലയാണ് എന്ന ഒരപവാദം ഉയർന്നു വന്നു. നോക്കൂ, ഈ വൈരുദ്ധ്യം വലിയ കഷ്ടമല്ലേ? ബദ കഷ്ടം എന്നാണ്. മനോജ്ഞസ്യ ഭാവഃ മനോജ്ഞകം. അപ്പോ ഇവിടെ മനോജ്ഞതയുടെ പകരം മനോജ്ഞകം എന്ന് പ്രയോഗിച്ചത് ശബ്ദവൈചിത്ര്യമാണ്, രൂപവൈചിത്ര്യത്തിന് യോജിച്ച ശബ്ദവൈചിത്ര്യമാണ് എന്ന് പറയുന്നു. അപ്പോ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തിൽ അതിൽ മോഹിച്ചുപോയ ഭഗവതി ചപലയാണ് എന്ന ഒരു അപവാദം ഉണ്ട്. ചാപല്യമില്ലായ്മയുടെ ശക്തി കൊണ്ട് ചപലയാണ് എന്നൊരു അപവാദം ഉയർന്നു വന്നു എന്നും അവിടെ പറയുന്നു. ഇനി ഭക്തി ഇല്ലാതെ സമ്പത്തിന്റെ പുറകെ പായുന്ന ഭൗതികവാദികളോട്, വംഗപ്രഭുക്കളെ മഹാകവി ഭംഗ്യന്തരേണ കളിയാക്കുന്നു എന്നുള്ളതും ഇവിടെ വളരെ പ്രസ്താവ്യമാണ്, വളരെ രസകരമാണ്. ഒരിക്കൽ കൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലാം. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് ചാപലബലാച്ചാപല്യവാർത്തോദഭൂൽ. അത്രമാത്രം മധുരമാം ദേവാ നിന്റെ ശരീരത്തിൽ തൽപരയാം ലക്ഷ്മീ ദേവി ചപലയല്ലേ. ഭക്തന്മാരിൽ പോലും സ്ഥിരം വസിക്കാത്ത ഭഗവതി പ്രേമാർദ്രയായി നിന്നരികിൽ ഓടിയെത്തുന്നു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.